എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇരുന്ന ഒരു വീഡിയോ ആണ്. പിന്നീട് പക്ഷേ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് അട്ടയം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ. അതായത് പുള്ളിക്കാരൻ്റെ വീഡിയോസുകളൊക്കെ നമ്മളിൽ പലരും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ വീഡിയോസുകൾ മാത്രമായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കയറി വരുന്നത്. ഇപ്പോൾ രേണുസുതിയെ പോലെ തന്നെ. അപ്പോൾ രേണുസുതിയുടെ വീഡിയോകളിലൊക്കെ പിന്നും എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറയാം. ഈ ഒരു പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇയാൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇയാൾ റീൽസ് ആൽബം ഇതൊക്കെ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. അതിൻ്റെ പേരിൽ ഇയാൾ വന്നിട്ട് ഓരോരോ ആൻറ്റിമാരെയും അമ്മൂമ്മമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇയാൾ അടുത്ത് വെച്ചിട്ട് അവരെ ചേർത്ത് പിടിച്ച് എന്താ പറയുക, സ്വന്തമായിട്ട് പാട്ട് ഇയാൾ തന്നെയാണ് പാടുന്നത്. പാട്ട് പാടിയിട്ട് ഇവരെ വച്ചിട്ട് റീൽസ് ചെയ്യുക, ഇവരെ പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് ആ പറ്റിൽ ഇവരുടെയൊക്കെ ചന്തിയിൽ പിടിക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പുള്ളിക്കാരൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. വളരെ മാന്യമായ രീതിയിൽ ഈ പറയുന്ന അട്ടക്കുഴിയെ പറ്റിയിട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ലൈവിൽ ഇവൻ കയറി വരികയും എന്നെ പൊതിരെ തെറി വിളിക്കുകയും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വരികയും ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയും എൻ്റെ വീട്ടിൽ വരും, എൻ്റെ ഹസ്ബൻഡിനെ തല്ലിച്ചതയ്ക്കും, അതുപോലെ എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ തല്ലിച്ചതയ്ക്കും എന്ന് പറയുകയും പിന്നീട് എൻ്റെ വീട്ടിനുള്ളിൽ സുനിമോൾ കൊല്ലം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ, അതായത് ആ ഒരു സ്ത്രീ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ബ്രാഹ്മണ വൃത്തിയാണ്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ ലിപ് ലോക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അതേ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനെ എടുത്ത് സംസാരിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന സുനിമോള് ഇവനെ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞത്രേ. ലാലേട്ടനെ ലിപ് ലോക്ക് ചെയ്യണം എന്ന് ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ലാലേട്ടൻ എന്താ ഇത്രയധികം ദാരിദ്ര്യമാണോ, എന്താ നിങ്ങൾക്ക് ലിപ് ലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കെട്ടിയോനെ ചെയ്തൂടെ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതപ്പോൾ സഹിക്കാൻ പറ്റാതായത് ഈ പറയുന്ന അഭിലാഷ് അട്ടയത്തിനാണ് സഹിക്കാൻ വയ്യാഞ്ഞത്. അങ്ങനെ ഇവൻ എൻ്റെ ചാനലിൽ വന്നിട്ട് പൂരത്തെറി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അവൻ വരുമെന്നും ഈ സുനിമോൾ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് എന്നെ തല്ലിക്കും എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല മറ്റു പല സ്ത്രീകളെയും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ അയൽക്കാരുടെ മുന്നിലൊക്കെ വച്ചിട്ട് എന്നെ അധിക്ഷേപിക്കും, അപമാനിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ നായിൻ്റെ മോൻ എൻ്റെ ലൈവിൽ വന്ന് വേണ്ടാദിനങ്ങൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ അയാളുടെ കൂടെ പറഞ്ഞു, ഞാനിതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ, നീ ആ സ്ക്രീൻഷോട്ട് പുറത്ത് വിടുകയാണെങ്കിൽ തീർച്ചയായും നിൻ്റെ വീട്ടിൽ ഞാൻ വന്നിരിക്കും എന്നും നിനക്ക് നിന്നെ അപകീർത്തിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അഭിലാഷ് അട്ടയം എന്ന് പറയുന്ന ജനങ്ങളുടെ മുന്നിൽ ഭയങ്കര ഹീറോ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ വൃത്തിയില്ലാത്ത വൃത്തികെട്ടവൻ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് കംപ്ലൈൻറ്റ് ചെയ്യാമായിരുന്നു. കാരണം ഞാനൊരു സ്ത്രീയാണ്. എൻ്റെ കൂടെ പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ തല്ലും, മറ്റ് സ്ത്രീകളെ കൊണ്ടുവന്ന് എന്നെ തല്ലിക്കും, എൻ്റെ പിഞ്ചു മക്കളെ വരെ തല്ലിക്കും, അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒച്ചയുണ്ടാക്കി അയൽപ്പക്കത്തുള്ള ആളുകളുടെയൊക്കെ മുന്നിൽ എന്നെ അപകീർത്തിപ്പെടുപ്പിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ സ്ക്രീൻഷോട്ട് എൻ്റെ ചാനലിൽ കൂടി പുറത്ത് വിടുകയാണെങ്കിൽ അയാൾ എന്നെ അടിച്ച് പഞ്ചറാക്കുമെന്നും അതുമാത്രമല്ല എൻ്റെ ഭർത്താവിനെ ആളെ വിട്ട് ഗുണ്ടയെ കൊണ്ടുവന്ന് തല്ലിക്കും എന്നും ഒക്കെ ഒത്തിരി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി. അഭിലാഷ് അട്ടയം എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ചില വാഴകൾക്കൊക്കെ അയാളെ ഇഷ്ടമാണ്. എന്നാൽ ഈ അഭിലാഷ് അട്ടയം എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലാണെന്ന് തോന്നുന്നു, ഏതിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇയാൾ കലാഭവൻ മണി ചേട്ടൻ്റെ ഒരു പാട്ടൊക്കെ പാടിയതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് പാട്ടൊക്കെ പാടാൻ കഴിയുന്ന ഒരു കലാകാരൻ തന്നെയാണ് അയാൾ. പക്ഷെ അയാളുടെ കലയെ അയാൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അയാൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ കുറേ ആൻറ്റിമാരെയും അതുപോലെ കുറേ അമ്മച്ചിമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് തേങ്ങാക്കൊലയാണ് ഇയാൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഇയാൾക്കത് ഭയങ്കര ക്ഷീണമാണ്. ഇയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ വായ അടപ്പിക്കാൻ പറ്റുമെന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന എനിക്ക് നേരെ ആക്രമം അഴിച്ചു വിടുമെന്ന് പറഞ്ഞ ആ ഒരു സമയം തന്നെ ഇവൻ്റെ പേരിൽ എനിക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാമായിരുന്നു. കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് റെക്കോർഡുകളുണ്ട്. ഇയാൾ എന്നെ പറഞ്ഞ അധിക്ഷേപങ്ങൾ ഒക്കെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഞാനത് ചെയ്യാതിരുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണ്. ഇവൻ ഇത്രയധികം ഭീഷണിപ്പെടുത്തിയിട്ടും ഞാൻ ഇതേക്കുറിച്ചിട്ട് ഒരക്ഷരം മിണ്ടാതിരുന്നപ്പോൾ ഒരു പക്ഷേ ഇവൻ വിചാരിച്ചിട്ടുണ്ട് ഇവനെ ഭയന്നിട്ട് ചെയ്തതായിരിക്കും, ഭയന്നിട്ട് ഞാൻ മിണ്ടാതെ ഇങ്ങനെ മാറി നിന്നതായിരിക്കും എന്നായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ചെറ്റ വിചാരിച്ചിട്ടുള്ളത്. ഒട്ടും അങ്ങനെ ആരെയും ഭയക്കുന്ന വ്യക്തിയൊന്നുമല്ല ഞാൻ. അങ്ങനെ ഭയക്കേണ്ട ആവശ്യവും എനിക്കില്ല. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പിന്നീട് ചർച്ച ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാൻ. അത് എൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം. ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും വന്നാലായി, അങ്ങനെയായിരുന്നു അവസ്ഥയുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇവനെ പറ്റിയിട്ട് ഇനി ഒരക്ഷരം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യരുത് എന്നാണ് ഇവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ ഇവനെ പറ്റി ഇട്ട വീഡിയോകളൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ, അതായത് ഈ അഭിലാഷ് അട്ടയം എന്ന് പറയുന്ന ഈ ഒരു അട്ടയോട് മാപ്പ് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണം. അതിനുശേഷം, അതായത് അവൻ്റെ ആ ഒരു പരട്ട കാല് പിടിച്ചിട്ടുള്ള ഒരു മാപ്പ് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യണം. അതായത് ഈ അഭിലാഷ് അട്ടയം എന്ന് പറയുന്ന മനുഷ്യനോട് മാപ്പ് പറഞ്ഞ്, കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ്, അയ്യോ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലേ, ഞാൻ നിർത്തിക്കോളാമേ എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടണം. എന്നാൽ മാത്രമേ അവൻ എന്നോട് ക്ഷമിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള എനിക്കെതിരെയുള്ള പ്രകടനം. എന്നെ പൂവും മായും കൂവൊക്കെ കൂട്ടി ഒരുപാട് മോശമായിട്ടുള്ള തെറികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അവൻ്റെ അമ്മയെ വിളിക്കുന്നതാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പെറ്റ് തള്ളയെ അങ്ങനെയൊക്കെ വിളിക്കുന്ന വായിനോക്കികളെടുത്ത് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതങ്ങ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ പേരിൽ കേസ് കൊടുത്ത് ഇവനെ അകത്താക്കാനായിട്ട് പ്രത്യേകിച്ച് തെളിവുകളുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവനെ പറഞ്ഞ ആ ഒരു വാക്കുകളുടെ സ്ക്രീൻഷോട്ട് മാത്രം മതിയായിരുന്നു. അതെല്ലാം ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. പക്ഷേ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി എല്ലാ ദിവസവും ഇവനെ പറ്റിയിട്ട് ഒരു വീഡിയോ എങ്കിലും ഞാൻ ഇടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവനിലൂടെ ഈ ഒരു സംസാരവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതിന് ശേഷം ഇവനെതിരെ ഞാനിട്ട 2 വീഡിയോകൾ ഞാൻ പ്രൈവറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ കരുതിയിട്ടുണ്ടാവും ഞാൻ ഇവനെ ഭയന്നിട്ട് ചെയ്തതായിരിക്കും എന്ന്. ഒരിക്കലുമല്ല. ഇങ്ങനെയുള്ള ഓലപ്പാമ്പുകളെയും നീർക്കോലികളെയും ഒന്നും കണ്ടാൽ ഭയക്കുന്ന ഒരു ആളല്ല ഞാൻ. അപ്പോൾ ഞാനത് പ്രൈവറ്റ് ആക്കി ഇട്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു വീഡിയോയുടെ ഉള്ളിൽ ഉള്ള ചെറിയ ക്ലിപ്പുകൾ നമ്മൾ കൊടുക്കുമല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്തിട്ടിരിക്കുന്ന റീൽസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലറർ ചെയ്യാത്ത രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവന് വേണമെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് തരാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രൈവറ്റ് ആക്കി ഇട്ടത്, അല്ലാതെ ഈ ഒരു വിരതൂറിയെ പേടിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഇവൻ സ്ത്രീകളോട് സംസാരിക്കുന്ന ഭാഷകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയധികം മ്ലേച്ഛമായിട്ടുള്ളതാണ്. ഇവൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന കാട്ടപരാധങ്ങൾക്കെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ അവരെ ഇവൻ പച്ചത്തെറിയും വിളിച്ചുകൊണ്ട് ഒരു സ്ത്രീയാണെന്ന് നോക്കാതെ വരുന്ന ഈ പരച്ചെറ്റയോട് കൂടുതലായിട്ട് എന്ത് സംസാരിക്കാനുള്ളത്? പിന്നീട് ഇവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സുനിമോൾ എന്ന് പറയുന്ന ആ ഒരു കൊല്ലംകാരി ഇവൻ്റെ അടുത്ത് വിളിച്ചിട്ട് കരഞ്ഞു പറഞ്ഞത്രേ ഞാൻ എന്തോ അവളെ പറഞ്ഞെന്നും പറഞ്ഞിട്ട്. ലാലേട്ടനെ പോലുള്ള ഒരു വ്യക്തിയെ കിസ് ചെയ്യണം, ലിപ് ലോക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും. അത് മാത്രമല്ല ഇവിടെ വിഷയം. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നീയൊക്കെ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളും കുന്തളിപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നിനക്കൊക്കെ വിഷയമാണെങ്കിൽ നീയൊക്കെ വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. അതാണ് ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഒന്നും പബ്ലിക്കാക്കി ഇടരുത്, പ്രൈവറ്റ് ആക്കി ഇട്ടോളണം.
പബ്ലിക്കാക്കി ഇടുകയാണെങ്കിൽ അതിനെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അവർ റിയാക്ട് ചെയ്യും. നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നല്ലതെന്ന് പറയും, കെട്ടതാണെന്ന് തോന്നിയാൽ കെട്ടതെന്നല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പറയുന്ന അട്ടക്കുളങ്ങരയെ വിളിച്ചിട്ട് ഇവള് കരഞ്ഞിട്ട് പറഞ്ഞത്രേ. അങ്ങനെയാണ് ഇവൻ ആകെ വിങ്ങിപ്പൊട്ടി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ പൂരത്തെറിയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇവനോട് ചോദിച്ചത്, ഇവൻ എന്നോട് പറയുകയാണ്, അത് സുനിമോള് എന്നെ വിളിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ അവളെ ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ സംസാരിച്ചെന്ന്. അവൾക്ക് ഇവനോട് ഇപ്പോൾ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഇവനവളുടെ ആരാണ്? അവൾക്ക് വേണമെങ്കിൽ അവളുടെ ഹസ്ബൻഡിനോട് പറയാമല്ലോ. അതല്ലേ മര്യാദ, അങ്ങനെയല്ലേ സാധാരണ ചെയ്യേണ്ടത്. അല്ലെങ്കിലും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം എൻ്റെ ഭാഷാ പ്രയോഗങ്ങളൊക്കെ ഏത് രീതിയിലുള്ളതാണെന്ന്. അത് പ്രത്യേകിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അഭിലാഷ് അട്ടയം എന്ന് പറയുന്ന മാന്യതയില്ലാത്ത മാന്യൻ ഓർമ്മിക്കുക, നിന്നെ ഭയന്നിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. എനിക്ക് കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നിനക്കുള്ള വീഡിയോ നീ ഡെയിലി പ്രതീക്ഷിച്ചേക്കുക. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ വേദനിപ്പിച്ച രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, ഒന്നുകിൽ ബോഡി ഷെയ്മിങ് ചെയ്യുകയാണെങ്കിൽ, ജാതി അധിക്ഷേപം പറയുകയാണെങ്കിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധിക്ഷേപം പറയുകയാണെങ്കിൽ, രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപരമായിട്ട് നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം. സാധാരണയായിട്ട് അങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു സ്ത്രീയായ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് വന്നു. അതിൻ്റെ എല്ലാവിധ തെളിവുകളും എൻ്റെ കൈവശമുണ്ട്. പിന്നെ നീയൊക്കെ എന്നെ കുറിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും അവിടെ എനിക്ക് പറയാനുള്ള എല്ലാവിധ റൈറ്റ്സും എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം നിങ്ങളെ പച്ച അപരാധമൊന്നും ഞാൻ വിളിച്ചിട്ടില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത് എത്രത്തോളം മ്ലേച്ഛമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അത് കാണുന്ന ഒരു വ്യക്തി പോലും നല്ലതാണെന്ന് പറയത്തില്ല. അമ്മാതിരി അപരാധം മാത്രമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം വളർന്നു വരുന്ന കൊച്ചു കുട്ടികൾ വരെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സാധനം. അവിടെ കൊണ്ടുവന്ന് അപരാധങ്ങൾ, കുറേ മുതുക്ക് അപരാധികളെ കൊണ്ടുവന്ന് ഇടുമ്പോൾ അതിനെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.